ഹായ്, എല്ലാവർക്കും നമസ്കാരം. റാഫിസ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെബ്സൈറ്റ് ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ പഠിച്ചെന്നിരിക്കും, SEO ചിലപ്പോൾ ചെയ്യാൻ പഠിക്കും. ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കണക്ക് കൂട്ടലുകളും കുറയ്ക്കലും കിഴിക്കലും കൂട്ടലും കിഴിക്കലും ആണല്ലോ ബിസിനസ്. അതേപോലെ തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ കണക്ക് കൂട്ടലുകൾ കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ക്ലിക്ക് ത്രൂ റേറ്റ്, കൺവേർഷൻ റേറ്റ്, ഇംപ്രഷൻ, റീച്ച്, ടോട്ടൽ ഓഡിയൻസ്, ലീഡ്സ്, ഇങ്ങനെയുള്ള കണക്കുകൂട്ടലുകളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മൾ ലോ ഇൻവെസ്റ്റ്മെന്റിൽ ഹൈ റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്ന ലീഡുകൾ ജനറേറ്റ് ചെയ്തുകൊണ്ട്, ഇനി ജനറേറ്റ് ചെയ്ത ലീഡുകൾ പ്രോപ്പറായിട്ട് ഇമെയിൽ, വാട്സപ്പ്, കോള് ഇതെല്ലാം ചെയ്ത് ക്യാമ്പയിൻ ചെയ്ത് അഗെയിൻ ആൻഡ് അഗെയിൻ ഈ ലീഡ്സ് ഫോളോ അപ്പ് ചെയ്ത് ക്വാളിറ്റിയുള്ള ലീഡ്സ് മാറ്റി വെച്ച് ക്വാളിറ്റി ഇല്ലാത്ത ലീഡ്സ് മാറ്റി വെച്ച് നമ്മൾ ബിസിനസ് സക്സസ് ആക്കി മാറ്റുമ്പോഴാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് ലെവലിൽ അത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ മുകളിൽ നിൽക്കുന്നത്. അതിൽ നിന്ന് മാക്സിമം റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് ഓണറാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു പെർഫോമൻസ് മാർക്കറ്റർ കൂടിയാണ്. ഇനി നിങ്ങൾക്ക് ഈ മാറിയ കാലഘട്ടത്തിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാം. നിങ്ങളുടെ ബിസിനസ്സിന്റെ സാധ്യതകൾക്കനുസരിച്ചിട്ട്, ഇപ്പൊ നിങ്ങളൊരു കൺസ്ട്രക്ഷൻ ബിസിനസ് ആണെങ്കിൽ അതിലെങ്ങനെ നമ്മുടെ ബിസിനസ് പെർഫോം ചെയ്യാം. ഇനി അതല്ല, നിങ്ങളുടെ ബിസിനസ് ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് ആണ്, ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യണം, ഓൺലൈനിൽ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യണം. നോർമലി ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അഡ്വർടൈസ്മെന്റ് ചെയ്യും, ഗൂഗിൾ മർച്ചന്റ് സെന്റർ ഉപയോഗിച്ച് ആഡ്സ് ചെയ്യും, ഷോപ്പിംഗ് ആഡ്സ് ചെയ്തു, കുറേ പേയ്മെന്റ് നമ്മൾ അതിനകത്ത് പോകും. പക്ഷെ നമ്മളുടെ ക്ലിക്ക് ത്രൂ റേറ്റ് എത്രയാണ്, കൺവേർഷൻ റേറ്റ് എത്രയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കാറുണ്ടോ? ഇനി നമ്മൾക്ക് ഈ വന്ന ലീഡ്സ് നമുക്ക് എത്ര കാട്ടിൽ നിന്ന് എത്ര അബാൻഡ് ആയി പോകുന്നുണ്ട്. ഞാൻ പറയുന്നത് പ്രോഡക്റ്റ് സെയിലിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇ-കൊമേഴ്സ് പ്രോഡക്റ്റ് ആണ് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പലരും നമ്മുടെ സൈറ്റിൽ വരുന്നുണ്ട്, കാർട്ടിൽ പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ പ്രോഡക്റ്റ് വാങ്ങാതെ പോകുന്നു. നമ്മൾ ആ ഒരു കണക്കെടുത്തിട്ടുണ്ടോ? ആ ഒരു ലെസൺ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ആളുകൾ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാതെ പോകുന്നത്? ഇനി അതുപോട്ടെ, ഇനി നിങ്ങളൊരു കൺസ്ട്രക്ഷൻ ഒരു ബിൽഡർ ആണെങ്കിൽ നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് ആളുകൾ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ദിവസം 100 ലീഡ്സ് വരെ ലഭിക്കുന്നുണ്ട്. ഒരു ലീഡ്സിന് 20 രൂപ കോസ്റ്റ് ആയിരുന്നപ്പോൾ നിങ്ങൾ തനിയെ അഡ്വർടൈസ്മെന്റ് ചെയ്തപ്പോൾ അത് ചിലപ്പോൾ 10 രൂപ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ഏജൻസിനെ ഏൽപ്പിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തപ്പോൾ ആ ലീഡ്സ് 5 രൂപയ്ക്ക് നിങ്ങൾക്ക് ലീഡ്സ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ആ ലീഡ്സിന്റെ ക്വാളിറ്റി, ആ ലീഡ്സ് നിങ്ങൾ സോർട്ട് ചെയ്തിട്ടുണ്ടോ? ഒരു സ്പ്രെഡ്ഷീറ്റിലാക്കി ലീഡ്സ് ഫോളോ അപ്പ് പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ടോ? ഇനി നിങ്ങൾക്ക് ഒരു 3 ഫോളോ അപ്പ് വരെ, ഇതിന്റെ ഒരു ചാൻസ് അനുസരിച്ച് ഒരു ലീഡ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു 3ആയിട്ട് നമുക്കതിനെ ചാൻസ് കൊടുക്കാം. അത് ലോ ക്വാളിറ്റി ലീഡ്സ്, മീഡിയം ക്വാളിറ്റി ലീഡ്സ്, ഹൈ ക്വാളിറ്റി ലീഡ്സ്. ഒരു ലീഡ്സ് നമ്മൾ 3 തവണയാണ് ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറയാം മാക്സിമം. പിന്നെ ഈ ഒരു ലീഡ്സ് ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് കൺവേർട്ട് ആവാതിരിക്കാം. ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരാളൊരു പ്രോജക്റ്റ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു വില്ല വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾ ചിലപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതൊരു നമുക്ക് അർജൻസി ഉള്ള ലീഡ്സുകൾ, നമുക്ക് ചിലപ്പോൾ എന്നും ക്യാഷ് ഫ്ലോ നമ്മുടെ ബിസിനസ്സിൽ നടക്കുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ലീഡ്സ് കിട്ടണം. അപ്പോൾ ഈ കിട്ടുന്ന ലീഡ്സുകൾ കൃത്യമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും പെർഫോമൻസ് മാർക്കറ്റിങ്ങിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നിന്ന് വ്യത്യാസമാവുന്നു എന്നുള്ളതിന് ഞാൻ ഇത്രയും പറഞ്ഞ കഥയിൽ ഞാൻ ഒരൊറ്റ വാക്കിൽ പറയാം. പെർഫോമൻസ് മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നിന്ന് വ്യത്യാസമാവുന്നത് അല്ലെ വ്യത്യസ്തത വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർഫോമൻസ് മാർക്കറ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ പെർഫോമൻസ്. നിങ്ങളുടെ ബിസിനസ് നന്നായിട്ട് പെർഫോം ചെയ്ത് പ്രോഫിറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനൊരു പെർഫോമൻസ് മാർക്കറ്റിംഗ് ഗൈഡ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു ട്രെയിനിങ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ.